ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന് പറയാനായിട്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസമായിട്ടുണ്ടാവും ഞാൻ കാണാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ പ്രോബ്ലംസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ക്രീമുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയ ക്രീമുകളെ കുറിച്ചിട്ടും പിന്നെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് പാക്കുകളെ കുറിച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ അത്യാവശ്യം കളറുണ്ട്, പക്ഷെ എൻ്റെ ഫേസ് പിന്നെ അതുപോലെ തന്നെ കൈയും നല്ല ഡാർക്കാണ്. അതായത് ടാൻ അടിച്ചിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ടാൻ തന്നെയല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതൽ തന്നെ എനിക്ക് PCOD ഉള്ളതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഫേസിൽ. അതായത് ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് രോമം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഷേവ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഷേവ് സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടി, ബ്ലീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പണ്ട് മുതൽ തന്നെ ഞാൻ പാർലറിൽ പോയി ത്രെഡ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞതാണ്, മോള് ബ്ലീച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സൺസ്ക്രീനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആഴ്ചയിൽ ഒലീവ്, ഫെം അതിൻ്റെയൊക്കെ ബ്ലീച്ച് വാങ്ങിയിട്ട് ഞാൻ ഫേസിലിടുമായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലീച്ച് ഇടുന്ന സമയത്ത് ഇടുന്നവരുണ്ടാകും, ഇടുന്നവർ ഇട്ടോ, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇടണ്ടാന്ന് ഞാൻ ആരോടും പറയില്ല. ചിലപ്പോൾ അവർ ഇഷ്ടം കൊണ്ട് അവർ ഇടുന്നതായിരിക്കാം ബ്ലീച്ച്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്ലീച്ച് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ഫേസിലിട്ടിട്ട് ഞാൻ വെയിലത്തിറങ്ങിയ സമയത്ത് എൻ്റെ സ്കിന്നിനകത്ത് ഡാമേജ് വന്നതാണ് ഇങ്ങനെ ഡാർക്ക് ആവാനൊരു സാധ്യത. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല, കാരണം നമ്മളിപ്പോഴും എൻ്റെ അടുത്ത് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ വെയിലുള്ള സ്ഥലത്തായിരിക്കും നമ്മളിപ്പോഴും, ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവില്ല. പക്ഷെ എന്നാലും എൻ്റെ നെക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എൻ്റെ ചെവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസ് നല്ല ഡാർക്കാണ്. ഇപ്പം ഞാൻ മേക്കപ്പ് ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരു 2-3 വർഷങ്ങൾക്ക് ഞാൻ മേക്കപ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മേക്കപ്പ് എൻ്റെ ഫേസിൽ ഇടുമ്പോൾ എനിക്കത് വലിയ ഭംഗിയായിട്ട് തോന്നാറില്ല. കാരണം എൻ്റെ ചെവിയിൽ വേറെ ടോൺ, ഫേസിന് വേറെ ടോൺ. അതായത് ഫേസിൽ തന്നെ 2-3 ടോൺ വരുന്നത്. ഇവിടെ 2 സൈഡിലും ഒരു ടോൺ, ഇവിടെ ഒരു ടോൺ, ഇവിടെ ഒരു ടോൺ, ഇങ്ങനെ ഒരു ടോൺ. അങ്ങനെയാണ് എൻ്റെ ഫേസിൻ്റെ കളർ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പൗഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പൗഡറിനോടും വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പുറത്ത് പോകുമ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തോന്നുന്നതിന് കരുതി പൗഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനുള്ള മെയിൻ കാരണം എൻ്റെ ഫേസ് ഡാർക്ക് ആയതിൻ്റെ പേരിലാണ് ഞാൻ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടും പിന്നെ മുൻപത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞു കൊടുത്ത ഫേസ് പാക്കുകളും അതുപോലെ തന്നെ ക്രീമുകളൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല ചേഞ്ച് ഇടുന്നു പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു പൈസ ചിലവാണ് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മുൻപൊക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറുടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നല്ല കളറാണ് ഡോക്ടർ. ഞാൻ ഒരിക്കലും കളറില്ലാത്തവരെയും കളറുള്ളവരെയും ഞാൻ താരതമ്യം ചെയ്ത് പറയില്ല. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് കളർ കുറവുള്ളതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മായിയമ്മയും നാത്തൂനെയും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ എന്നെ ഒരുപാട് വിഷമിച്ചിട്ടുള്ളതാണ് എനിക്ക് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ ഒരു കളറാണ് നമുക്ക് ഭംഗിയെങ്കിലും, പക്ഷെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിഷമമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വാശിയായിരിക്കും എങ്ങനെയെങ്കിലും കുറച്ച് കളർ വെക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ നല്ല കളർ ഉണ്ടായിരുന്നാണ് എന്നോട് നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഫേസ് മാത്രം നല്ല ഡാർക്കാണ്. അപ്പോൾ സാധാരണ ഞാൻ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നേക്കാളും ഡാർക്ക് ടോണിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവളുടെ ഫേസ് നല്ല ബ്രൈറ്റൻ എന്നല്ല, ബോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കൈനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഫേസ് അത്യാവശ്യം ബ്രൈറ്റനാണ്. പക്ഷേ എൻ്റെതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ബോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസ് നല്ല ഡാർക്കാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. അപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് പീൽ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പീൽ ചെയ്യാമെന്ന് പറഞ്ഞു. പീൽ ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2500 രൂപയുടെ റേറ്റ് പറഞ്ഞത്. ഓരോ ക്ലിനിക്കിലും ഓരോ റേറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു സൺസ്ക്രീൻ, ഫേസ് വാഷ്, പിന്നെ അതേപോലെ തന്നെ ഒരു ലോഷൻ ഒക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺസ്ക്രീനും ലോഷൻ, ഫേസ് വാഷ് ഒക്കെ ഓൾറെഡി ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം നല്ല വില കൂടിയതായിരുന്നു. ആ സമയത്ത് നമുക്ക് പൈസയും കൂടിയും റെഡി ആവണമല്ലോ. അപ്പം അതൊന്നും ഞാൻ വാങ്ങിയില്ല. ഈ ഒരു ക്രീം ഞാൻ വാങ്ങിയായിരുന്നു. ബിലൂമ എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 625 രൂപയാണ്. ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി തന്നെയുള്ള ഒരുപാട് ക്രീമുകൾ നമുക്ക് ഫാർമസിയിലും അവൈലബിൾ ആണ്. അതൊക്കെ ഒരു 100-150 ഇടയ്ക്ക് റേറ്റ് വരുന്നതാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. പിന്നെ നമ്മുടെ മുഖത്ത് കറുത്ത പാട്, സൺ ടാൻ, ഒരുപാട് പഴക്കമുള്ള പാടുകളൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ അടുത്ത് മുൻപ് ഞാൻ
ഒരുപാട് ക്രീമിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോഴും ഒരാളിൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൂക്കിൽ എന്തോ പണ്ടെന്തോ സർജറി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു സർജറി ചെയ്ത പാടൊക്കെ മാറുന്നു. അങ്ങനത്തെ പാടൊന്നും മാറില്ല. അങ്ങനത്തെ പാടുകളൊക്കെ മാറണമെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മുഖത്ത് വന്ന മുഖക്കുരു വന്ന പാട്, അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പാടുകളൊക്കെ മാറിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സ്കിന്ന് നല്ലപോലെ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ കുറച്ചുള്ളൂ, നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. വളരെ കുറച്ചെടുത്തിട്ട് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യണം. നൈറ്റാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. 625 രൂപയാണ്. ഇതിന് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഷോപ്പിൽ പോയി നേരിട്ട് വാങ്ങിയതല്ല. അപ്പം നിങ്ങൾക്കിത് കെമിക്കലൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല അത്യാവശ്യം നല്ല മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നില്ല, ആ വർക്ക് ചെയ്ത മെഡിക്കൽ ഷോപ്പിലൊന്നും ഈ ഒരു ക്രീം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ക്രീം അവിടെ നിന്ന് ഞാൻ എടുത്തതിനായിരുന്നു, വാങ്ങിയനായിരുന്നു. ആ ഫാർമസിന് ഞാൻ വാങ്ങിയനായിരുന്നു. പക്ഷേ ആ ഫാർമസിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കാണാം, എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാലോ. അപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് വായ നമുക്ക് കെമിക്കൽ പീലിംഗ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കെമിക്കൽ പീലിംഗ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു ചെവിയുടെ നെക്കിൻ്റെ ഒരു സെയിം ടോൺ നമ്മുടെ ഫേസിൽ വരും. ഒരാഴ്ച പീലിംഗ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഒരു സെയിം പ്രശ്നമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. കാരണം എന്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടും യാതൊരുവിധ കാര്യമില്ല. കാരണം മുൻപത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഒരുപാട് ക്രീമുകളും പിന്നെ അതേപോലെ തന്നെ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ട് സമയത്ത് എൻ്റെ സ്കിന്ന് ബ്രൈറ്റൻ ആയി. പിന്നെ അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ടാനൊക്കെ മാറി, സ്കിന്നൊന്ന് ക്ലിയർ ആയി, ഗ്ലോ ഒക്കെ വന്നു. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അപ്പോഴും എൻ്റെ ചെവിയുടെ ഒരു ടോൺ എൻ്റെ ഫേസിൽ വന്നില്ല. വിറ്റമിൻ സി ഏറ്റവും ബെസ്റ്റാണ്. വിറ്റമിൻ സി നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തണം. കാരണം ഡോക്ടറിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡോക്ടർ ഒമേഗ-3 ടാബ്ലറ്റ് എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടറിനോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഞാനത് എഴുതുന്നില്ല, അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല, കാരണം അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്ന് നമുക്ക് സയന്റിഫിക്കലി തെളിയിച്ചൊരു കാര്യമാണ്. ഒരുപാട് പേർക്ക് പേടിയാണ്. ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിറ്റമിൻ സിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിഡ്നി പോകുന്ന ഒരുപാട് ചീത്ത വിളികളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചതാണ്, അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഡോക്ടർ എനിക്കത് പ്രിസ്ക്രൈബ് ചെയ്യാതിരുന്നത് ഓൾറെഡി ഞാനത് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പീലിംഗ് ചെയ്തതിന് ശേഷമുള്ള ഞാൻ അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതാണ്. അപ്പോൾ അതേ ക്രീം ഇതാണ് സംഭവം. കുഞ്ഞു ട്യൂബാണ്. അപ്പം നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. അതെല്ലാം നിങ്ങൾക്ക് മറ്റേ സെൻസിറ്റീവ് സ്കിന്ന്, ഓയിലി സ്കിൻ, അങ്ങനത്തെ അത് സ്കിന്നിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്ത സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫാർമസിയിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്. ഇത് ഒരു ട്യൂബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 3 ട്യൂബെങ്കിലും യൂസ് ചെയ്യണം, എന്നാലും നല്ല പോലെ ലൈറ്റൻ ആവും. ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഫേസിൽ എന്ത് യൂസ് ചെയ്താലും ഒന്നും പറഞ്ഞു തരില്ല. ഇപ്പം ഞാനിപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പം നല്ല പോലെ കളർ വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കും നിങ്ങൾ എന്താണ് ഫേസിൽ അപ്ലൈ ചെയ്തത്, എനിക്കൊന്ന് പറഞ്ഞു തരുന്നത് ഞാൻ ചോദിക്കും. പക്ഷേ അവർ ഞങ്ങളൊന്നും ചെയ്യാറില്ല, നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയും. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് യൂസ് ചെയ്താലും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ചെയ്തോട്ടെ, നിങ്ങൾക്കും റിസൾട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെയല്ല ഞാൻ, കാരണം എനിക്ക് എന്തെങ്കിലും ഇത്തിരി കിട്ടിയിട്ട് ഞാൻ എല്ലാവരോടും അത് പറയും, നിങ്ങൾ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും വാങ്ങി യൂസ് ചെയ്യുക. ഞാൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചതാണ്, എനിക്ക് ഡോക്ടർ എഴുതി തന്നതാണ്. പിന്നെ നിങ്ങൾക്കും ഇത് വാങ്ങി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കാണാം, എന്നിട്ട് നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പീലിംഗ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർ പീലിംഗ് ചെയ്തതിന് ശേഷം സ്കിൻ എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരു പത്രമാണ്. അപ്പോൾ ഈ ഒരു ക്രീം ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, വലുതായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നല്ല പോലെ മാറ്റം വരുന്നെങ്കിൽ ഒരു 3 ട്യൂബെങ്കിലും യൂസ് ചെയ്യണം. 3 ട്യൂബ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പീലിംഗ് ചെയ്യാം. പീലിംഗ് നമുക്ക് ഒരു 2-3 തവണയെങ്കിലും പീലിംഗ് ചെയ്യണം. അത് അടുപ്പിച്ച് ചെയ്യേണ്ട, ഗ്യാപ്പ് ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഒരു കളർ ടോണിൽ നല്ല പോലെ മാറ്റം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.